ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ സ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ജടായുഗതി ശ്രീരാമ ദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയോ മടുത്തു കാണായിതു മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ ഭിന്നമായൊരു രഥം കാണിടോ കുമാരാ നീ തൻവെങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ അന്നേരമഴിഞ്ഞതോ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാനനെ കിടക്കുന്നതത്ര നീ കണ്ടീലയോ കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ വദ്യനല്ലകം തവ ഭക്തനായൊരു ദാസൻ മിത്രമിത്രയും തവ താതനോ വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശെ പോകുന്ന നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായ നിന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ തൃക്കൺ പാർക്കണമെന്നെ കൃപാനിധേ തൃക്കഴൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിനാൻ അവനുടൽ ദുഃഖാശ്രുപ്ലുതന നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലെ നല്ലതൂ വരുവതിനായി അനുഗ്രഹിക്കണം നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതോ ഭഗവൽ കൃപാപാത്രമായാലഹം പുരുഷോത്തമാദയാനിതേ നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാത്മാമായ മാനുഷരൂപി സന്തതമന്തർഭാഗി വസിച്ചിടുക വേണം നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായേ ഞാൻ എന്നു നൂനം ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബദ്ധൂക തൃക്കരതലം തന്നാൽ ബന്ധുവത്സലാമന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ ഇന്ദിരാപതിയൊരു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശൻ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസീമി ചേർത്തി ഉത്തരകാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ കട്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ ലക്ഷ്മണൻ അത് കേട്ടു ചിതയും തീർത്തിടിനാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു ദഹക്രിയാദിയും ചെയ്തു
കാനനേ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി. പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ബാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശങ്കാരികത പത്മകുട പീതാംബരാധ്യങ്കിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസ സകല ദിഗ്വാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടും ഉയരെ കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജടായുസ്തുതി. അഗണ്യ ഗുണമാദ്യമവ്യയമപ്രേമ അപ്രമേയമഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരമാനന്ദം പരാത്മാനം വരദമകം പ്രണതോസ്മി സന്തതം രാമം മഹിതകടാക്ഷവിക്ഷേപിതാമരശുജം രഹിതാവതി സുഖമന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം ഭുവനകമനീയരൂപമീഡിതം ചതുരവിഭാസുരാഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിത നിലയനം സുരസഞ്ജയ സേവ്യം പ്രണതോസ്മ്യഹം രാമം ഭവകാനദവദഹന നാമധേയം ഭവപങ്കജ ഭവമുഖ ദൈവതം ദേവം ധനുജപതി കോടി സഹസ്ര വിനാശനം മനുജാകാരം ഹരം പ്രണതോസ്മ്യഹം രാമം ഭവഭാവനാഹരം ഭഗവത് സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗരതരണാഗ്രിപോദകം നിത്യം ഭവനാശായാനിശം പ്രണതോസ്മ്യഹം രാമം ഗിരിസുധാകൃതയാംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷ്യാരി സേവ്യം സുരസഞ്ജയ അതനുജേന്ദ്ര സേവിതപാദം സുരപ മണിനിഭം പ്രണതോസ്മ്യഹം രാമം പരതാരാർത്ഥ പരിവർജിത മനീഷിനാം പരപൂരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദര വികസിത വക്രാംബൂരു ഗോചരമസിതാംബുദകളേപരം സീത പങ്കജ ചാരുനയനം രഘുവരം ക്ഷിതിജം ഇന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗഹസ്ഥിതധര സ്ഥിതരവിമണ്ഡലം പോലെ സകല ജരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാന അദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശ മുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാമ മനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മദശതകോടി സുന്ദര കളേപരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമഭ്യനാധാരം നിർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. ഇസ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പതീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി സ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോപരം സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായകയാൽ സന്നദ്ധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ വക്ഷസി വദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളും ഇല്ലെന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിപ്പോൾ അവൻ നമ്മെ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലിത്രയും ചിത്രം വക്ഷസി വക്രങ്കാലും തലയുമില്ലതാനും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാരാ നാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാലതു വരും രാഘവനേവം പറഞ്ഞിടിനോരന്തരമാകുല അകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ ഓരും വ്യാകുലഭാവം എന്തിനീ വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണാഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അത് നേരം രക്ഷോ വീരനുമതി
വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ, മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഈ ഭുവനത്തിൽ ആരുമുണ്ടായി ഇതിൻ കീഴിൽ, അത്ഭുതകാരന്മാരാം നിങ്ങളാരിരുവരും സത്പുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേൻ ഞാനും, ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടനുത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാപതി ജ്യേഷ്ഠനന്ദനകം രാമൻ എന്നല്ലോ നാമം, സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം, സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി, പോയിതു ഞങ്ങൾ നായാട്ടിനതു നേരം. അതിമായാവീ നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ, കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരിടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറകുന്നു രാഘവൻ ചോദിച്ചപ്പോൾ, സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനും, നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം, നിന്തിരുവടി തന്നെ മുന്നിലാ മാറുകാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം, രൂപയൗവന ദർപ്പിതനായി സഞ്ചരിച്ചിടുങ്കാലം, സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ, അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകെന്നാൽ തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുന്നാൾ, വന്നീടുമല്ലോ ശാപമോക്ഷവും നിനക്കിടോ. താപസ ശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലവും ഒരു ദിനം, ശതമന്യുവിനെ പാഞ്ഞടുത്തേ അതിരുഷാ ശതകോടിയാൽ തലയറുത്തു ശതമകൻ, വജ്രമേറ്റിട്ടും മമ വന്നീല മരണമത് അബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനാൽ, വജ്രനല്ലായ മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനയാതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ജയം മമ ഹസ്തമധ്യസ്ഥമായാൽ, വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേ ഇത്ര നാളും ഉത്തമോത്തമ രഘുനായകാദയാവിതേ. വന്യം ജ്വലിപ്പിച്ചു ദേഹവും ധരിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. നീതിനീ കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ട് വിധിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും, തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിൽ നിന്നങ്ങുക്തിതനായി കാണായി ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം, രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി കോൾമയിൽ കൊണ്ടു ഗദ്ഗദാക്ഷരപാണികളാം കോമള പദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. കബന്ധസ്തുതി. നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും, നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം അന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം, അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം, ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തമതി സൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം, രുദ്രൂപമേക മന്യസകല ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മക ആകയാലജ്ഞാനികൾ ഇങ്ങനെ അറിയുന്നു മാനസ വ്യതിരിക്തം. മങ്ങിയിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മവാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ, ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതും നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യെ നിർവിഷയാക്കിയേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തേജസം സൂക്ഷ്മദേഹം. ഹൈരണ്യമത് വിരാട് പുരുഷൻ അതിസ്ഥൂലം ഭാവനാവിഷയമായുന്നതോ യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും. ഹേതുനാമഹത്തത്വാധ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14ലും തുങ്കനാ വിരാട് പുമാനാകിയ ഭഗവാൻ തൻ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദം മൂലം പാഷ്ണികൾ മഹാതലം നാഥ
പുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിമല മതലവും ജഗനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം ശങ്കദേശം തേ തപോലോകമിങ്ങിതിന്മീതി പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാകം തേ പുരുഷോത്തമാ ജഗൽ പ്രഭോ സത്താമാത്രകാമേഘജാലങ്ങൾ കേശങ്ങളും ശക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വകൾ നാസികയും വക്രമായതു വന്യ നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംശകൾ യവനല്ലോ നക്ഷത്ര പങ്ക്തിയെല്ലാം ദ്വപങ്ക്തികളല്ലോ ഹാസമായതു മോഹകാരിണി മഹാമായ വാസനാസൃഷ്ടി സ്തവാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീതരങ്ങൾ പോലസ്ഥികളാകുന്നതും പുരുഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ദക്ഷിണാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേജസ് എന്നറിയണം പുഷ്ടമാമഹീപതി കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലം ഇതിൽ കാളും മുഖ്യമായി ഫോണിതിൽ കാണാകായി ഇക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം താപസവേഷം ധരാ വല്ലഭം ശാന്താകാരൻ ചാപേഷുകരം ജടാ വൽക്കല വിഭൂഷണം കാനനെ വിജിന്വന്തം ജാനകി സലക്ഷ്മണം മാനവ ശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിന്നാലയം ചിന്തിക്കുന്നേൻ ഭാനുവംശോദ്ഭൂതന ഭഗവൻ നമോ നമ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ ശർവൻ അവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി തത്രൈവ മോക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേരി കനിഞ്ഞുപദേശവും നൽകി സോമനാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവത്തത്വം ഇങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ രാമഭദ്രായ പരമാത്മനെ നമോ നമ രാമചന്ദ്രായ ജഗത് സാക്ഷിണേ നമോ നമ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധേ നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടാൻ അംബുജ വിലോചന സന്തതം നമസ്കാരം ഇത്തമർത്തിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവനോ അരുൾ ചെയ്തു സന്തുഷ്ടനായേണ്ടവ സ്തുത്യ നിശ്ചല ഭക്ത്യ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലിടോ അത്രയോ വല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാ നിനക്കഥപ്പതനമിനി വരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ മുമ്പിലം മാറു കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്വിനി തൊൽപാദാംബുജഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ശബരിയാശ്രമപ്രവേശം ഗന്ധർവനേവം ചൊല്ലിമറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തോടെ മന്ദം മന്ദം പോയിച്ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകം പൂക്കാർ സംഭ്രമത്തോടും പ്രത്യുത്തായ താപസീ ഭക്ത്യ സമ്പതിച്ചിതു പാദാംബൂരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശു നേത്രങ്ങളോടും അവൾ ആനന്ദം ഉൾക്കൊണ്ടു വാദ്യാഹ്യാസനാദികളാലെ പൂജിച്ചു തൽപാദകീർത്താഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവ നേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേഖാൽ എന്നുടേ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചേൻ അനേകായിരത്താണ്ടുവാണാർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയാതെ ധന്യ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസ
യഥാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നു ഇവിടേക്കു രാഘവൻ എന്നാലവൻ വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താൽ നീ വന്നിടുമെന്നാൽ മോശം നിനക്കുമെന്നു നൂനം. വന്നതിവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലേയല്ലോ. വാഗ്മനോ വിഷയമല്ലാതൊരുഭവധ്രുവം കാൺമാനോ അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിനാക്കുപ്പി സ്തുതിച്ചു കൊള്ളുവാനും മുൾക്കമലത്തിലറിയപ്പോകാതെയാതുകേ. രാഘവൻ അത് കേട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതേ കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രാദികളല്ല കാരണം മമ വചനത്തിനു ജഗൽധയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദിത ബോധാന വേദാധ്യയന ക്ഷേത്രോപവാസയാഖ്യാത അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മൽക്കഥാലാഭം രണ്ടാം സാധനം. മൂന്നാമതം മൽഗുണേരണം, പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം. മൽക്കലാ ജാതാചാര്യോപാസന പഞ്ചാമതും. പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും. മംഗലശീലെ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പാരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മഹത്തത്വ വിചാരം കേളൊമ്പതാമതോ. വന്ദേ ചിത്തശുദ്ധിക്കും മൂലമാദിസാധനം നൂനം. ഉക്തമായതു ഭക്തി സാധനം നവവിധം. ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ തിര്യകോ നിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാവും. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും. തത്വജന്മനി ഭക്തിന്നു ഉത്തമതബോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവാധ്യാടേ ഭഗവത് പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാകൊണ്ടു കാണാൻ വന്നിതു തവ മുക്തിയോ മടുത്തിതു നിനക്കു തബോധനേ. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയണം ഹേനമാതി നീതാ സീതാ മൽപ്രിയാ മനോഹരി. രാഘവ വാക്യവേവം കേട്ടതു ശബരിയും ആകുലമതലാരുൾ ഉര ചെയ്താൾ. സർവവോ പറഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ. സീതാദേവി ഖേദിച്ചു ലങ്കാവൃതമേൽ വാഴുന്നു മൂലം കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാൽ നീ കണ്ടിതു ദിവ്യദുശ തണ്ടലർമ്മകളെ ഞാൻ. മുമ്പിലമ്മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽപുരോഭാഗേ പശ്യ പർവ്വതം വര ദൃശ്യമൂഹാക്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം. ബാലിക്കു മനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭഗവാനവനെ വഴി പോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോട് ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. വാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ തീർക്കേണം മായാ കൃതബന്ധനം ദയാനിധി. ഭക്തിപൂർണിത്തമുക്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കുന്നവർക്കിൽ എത്തിടും. ഭക്തവത്സലൻ ഇന്നവർക്കിന്നിൽ എത്തിയിടും മുക്തി. നീചജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കുന്നു. ജന്തുക്കൾക്കും ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സഞ്ചരിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്നേക്ഷണേ
ഇത്തമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലേച്ചു രുദ്രാണിയും പൈങ്കിളിപ്പൈതൽദാനം പരമാനന്ദം പൂണ്ടു ശങ്കര അരുളന്നിരുന്നരുളിനാൾ ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിമർദ്ദനം പശ്ചാത് രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം.